രമേശ് ചെന്നിത്തലയുടെ STPI ഡീൽ ആരോപണം പൊളിച്ച് മഞ്ചേശ്വരത്ത് പത്രിക പിൻവലിച്ച KM അഷ്റഫ്. UDF മതസംഘടനകൾ ഉൾപ്പെടെ സ്വാധീനം ചെലുത്തിയാണ് തന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതെന്ന് KM അഷ്റഫ് ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. മണ്ഡലത്തിൽ മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായി PDPയും രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടമാണ് മഞ്ചേശ്വരം. STPയുടെ പത്രിക പിൻവലിക്കലോടെ വലിയ ആത്മവിശ്വാസമാണ് UDF LDF കേന്ദ്രങ്ങൾ ഒരുപോലെ പങ്കുവയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആർക്കാണ് ഗുണമാവുക? നമുക്ക് പരിശോധിക്കാം. മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിർണായകമാണ്. ഇടത് വലത് മുന്നണികൾക്കും NDAയ്ക്കും 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് NDA പരാജയപ്പെട്ടത്. ഇത്തവണ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ STPI സ്ഥാനാർത്ഥി KM അഷ്റഫ് നാടകീയമായി മഞ്ചേശ്വരത്തെ STPയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പിൻവാങ്ങൽ. എന്നാൽ UDF മതസംഘടനകളെ ഉപയോഗിച്ച് നടത്തിയ സമ്മർദ്ദമാണ് പത്രിക പിൻവലിക്കുന്നതിലേക്ക് സംസ്ഥാന കമ്മിറ്റിയെ ഉൾപ്പെടെ നിർബന്ധിതമാക്കിയതെന്ന് അഷ്റഫ് തുറന്നടിച്ചു. ഈ UDF ശരിക്കും അവരും സമ്മർദ്ദം ചെലുത്തി അതിലേക്കാൾ കൂടുതൽ അവർ സംഘടനകളോട് സമ്മർദ്ദം ചെലുത്തിയതാണ്. അതാണ് യാഥാർത്ഥ്യം. കാരണം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ മതസംഘടനകൾ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല ചെയ്തത്, അവരുടെ പ്രസ്താവനകൾ പോലും അവർ ഇറക്കിയിട്ടുണ്ട്. കാരണം UDFന് വേണ്ടി ഇവിടെ നല്ല ഒരു PR വർക്കാണ് ചെയ്തത്. എന്നാൽ മഞ്ചേശ്വരത്തെ പ്രാദേശിക STPI നേതൃത്വം UDF സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായാണ് രംഗത്തുള്ളത്. UDFന് അനുകൂലമായ തീരുമാനമെടുക്കില്ലെന്ന് അണികൾ ആവർത്തിക്കുന്നു. ഏകദേശം സർവേ നടത്തുമ്പോൾ UDF എതിരുള്ള ഒരു വികാരമാണ് ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണുന്നത്. ഇവിടെ ഒരു വികസനം പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് നമുക്ക് മഞ്ചേശ്വരം കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല 80% ഞങ്ങളുടെ ഈ മഞ്ചേശ്വര മണ്ഡലത്തിൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് പോകുന്നത് എവിടത്തേക്കാണ്? മംഗലാപുരത്തേക്കാണ്. കാരണം എന്ത്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മഞ്ചേശ്വരത്തിലില്ല. ഇതിൻ്റെ പിന്നിലുള്ളത് ഇവിടെ UDFൻ്റെ മന്ത്രിയായിട്ട് പോലും ഉണ്ടായിട്ടും ഒരു വികസനമില്ലാത്ത ആ ഒരു മഞ്ചേശ്വരമാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇടതിന് പിന്തുണ പ്രഖ്യാപിച്ച PDP മഞ്ചേശ്വരത്ത് ഒരുപക്ഷെ വേറിട്ട നയം സ്വീകരിച്ചേക്കും. മഞ്ചേശ്വരത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അവസാന റൗണ്ടിൽ വിജയസാധ്യതയിലേക്ക് എത്തുന്ന മുന്നണിയെ പിന്തുണയ്ക്കാനാണ് PDPയുടെ പ്രാദേശിക തീരുമാനം. PDPയുടെ നിലപാട് എന്നുള്ളത് സംസ്ഥാനത്തൊട്ടാകെ ഒറ്റ നിലപാടാണ്. അതായത് പാർട്ടി ഇടതുപക്ഷത്തിനെ പിന്തുണക്കുക എന്ന നിലപാട് തന്നെയാണ് PDPയുടെ നിലപാട്. മഞ്ചേശ്വര മണ്ഡലത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. BJP അധികാരത്തിലെത്താതിരിക്കാൻ BJPയോട് അവസാന നിമിഷം ആർക്കാണോ പോരാട്ടത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അത് BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഭിന്നമായ നിലപാട് വേണ്ടി വന്നാൽ അതിന് ഉള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് സംസ്ഥാന കമ്മിറ്റിയോട് ആ സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. മഞ്ചേശ്വരത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തവണ ജയപരാജയങ്ങൾ 3 മുന്നണികൾക്കും നിർണായകമാണ്. PDPയും STPIയും സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആരെ തുണയ്ക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തുതന്നെയായാലും മഞ്ചേശ്വരത്ത് ന്യൂനപക്ഷ കൂട്ടായ്മകളുടെ അവസാന ലാപ്പിലെ തീരുമാനമായിരിക്കും നിർണായകം. അത് ഇടത് വലത് മുന്നണികൾക്കോ NDAയ്ക്കോ ആശ്വാസമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. മഞ്ചേശ്വരത്തു നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.